Okay students, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോംപ്ലക്സ് നമ്പർ എന്ന ചാപ്റ്റേഴ്സിലുള്ള എക്സസൈസ് നമ്പർ 5.2. എക്സസൈസ് നമ്പർ 5.2. അപ്പോൾ അതിലുള്ള ക്വസ്റ്റ്യൻ ഇതാണ്: ഫൈൻഡ് ദി മോഡുലസ് ആൻഡ് ആർഗ്യുമെന്റ് ഓഫ് ഈച്ച് ഓഫ് ദി കോംപ്ലക്സ് നമ്പർ. മോഡുലസും ആർഗ്യുമെന്റ് വാല്യൂം കണ്ടുപിടിക്കാം. അപ്പോൾ മോഡുലസ് എന്ന് പറയുമ്പോൾ മോഡ് Z1 Z2 നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ മോഡ് ഓഫ് Z1 by Z2 കിട്ടും, മോഡ് Z1 by മോഡ് Z2, അതൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതാണ് അവിടെ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് തീറ്റന്റെ വാല്യൂ കണ്ടുപിടിക്കാം. തീറ്റന്റെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് Z equal to -1 minus I root 3. അപ്പോൾ ഇതിന്റെ മോഡുലസ് വാല്യൂ കണ്ടുപിടിക്കണം, അതേപോലെ തന്നെ ആർഗ്യുമെന്റ് വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യം മോഡുലസ് വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ ടേക്കിംഗ് മോഡുലസ് ഓൺ ബോത്ത് സൈഡ്, ഞാൻ ഇവിടെ മോഡുലസ് എടുക്കും. മോഡ് Z എന്ന് പറയുന്നത് മോഡ് Z ഈക്വൽ ടു R ആണ്. അപ്പോൾ മോഡ് Z എവിടെ കണ്ടാലും R എന്ന് എഴുതാം. ഇത് എങ്ങനെ എഴുതാം? സ്ക്വയർ റൂട്ട് ഓഫ് റിയൽ പാർട്ടിന്റെ സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ട് എന്ന് പറയുമ്പോൾ -√3 ഹോൾ സ്ക്വയർ, സ്ക്വയർ റൂട്ട് ഓഫ് 1 + 3, സ്ക്വയർ റൂട്ട് ഓഫ് 4 ±2. അപ്പോൾ റേഡിയസ് എപ്പോഴും പോസിറ്റീവ് ആണ്. അപ്പോൾ നമുക്ക് R = ഇതാണ് മോഡുലസ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ R കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ആർഗ്യുമെന്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ തീറ്റ കണ്ടുപിടിക്കണം. സോ അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യുന്നത് ആൽഫ = tan inverse modulus D/A. So tan inverse modulus D എന്ന് പറയുന്നത് ഇത് A ആയിട്ടും ഇത് B ആയിട്ട് എടുക്കണം. അപ്പോൾ ഹിയർ A = -1 ഉം B = I എടുക്കരുത്. ഓക്കെ, I ന്റെ കോഎഫിഷ്യന്റ്. അപ്പോൾ B എന്ന് പറയുമ്പോൾ -√3 / -1. So that equal to tan inverse of minus cancel ചെയ്തു. So √3 ഉണ്ടോ. So tan inverse of √3. അപ്പോൾ ആൽഫയുടെ വാല്യൂ tan inverse √3. അപ്പം ഈ ടാനിന്റെ ടേബിൾ നോക്കാം. √3 എവിടെയാണ് വരുന്നത്? അതിന്റെ റേഡിയൻ മെഷറാണ് വേണ്ടത്. √3 വരുന്നത് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 60 ഡിഗ്രിയാണ്. 60 എന്ന് പറയുമ്പോൾ π/3 ആണ്. അപ്പോൾ ആൽഫയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമ്മൾ അടുത്ത് ചെയ്യേണ്ടത്, നമ്മൾ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് Z = -1 minus I √3 ആണ്. ഇത് ഓർഡേർഡ് പെയർ എഴുതുവാണെങ്കിൽ -1 minus √3 ആണ്. ഓർഡേർഡ് പെയർ ആയിട്ട് എഴുതുമ്പോൾ -1. അപ്പോൾ ഇത് X കോർഡിനേറ്റ് Y കോർഡിനേറ്റ്. ഇതിനൊരു റഫ് ഡയഗ്രാം നോക്കുവാണെങ്കിൽ ഇതിന്റെ പൊസിഷൻ എവിടെയാണ് കണ്ടുപിടിക്കണം. സോ 1 1 -1 ഏതാണ്ട് മതി, കറക്റ്റ് വേണ്ട. X കോർഡിനേറ്റ് -1 ആകുമ്പോൾ Y കോർഡിനേറ്റും മൈനസ് ആണ്. -√3 എന്ന് പറയുമ്പോൾ -1 point something ആണ്. ഇത് മൈനസ് അത് എവിടെ വരും? ഇവിടെയാണ് വരും. അപ്പോൾ ഇറ്റ് ലൈസ് ഇൻ തേർഡ് ക്വാഡ്രന്റിൽ ഈ 4 ഫോമുകൾ നമുക്കറിയാം. θ = α, θ = -α, θ = π - α, θ = α - π. അപ്പോൾ ഇവിടെ θ എന്ന് പറയുന്നത് α - π ആണ്. അപ്പോൾ നമുക്ക് കിട്ടി. അപ്പോൾ θ = α - π എന്ന് എഴുതാം. അപ്പോൾ ആൽഫയുടെ വാല്യൂ ഇവിടെ ഉണ്ട്. സോ ആൽഫ എന്ന് പറയുന്നത് π/3 - π ആണ്. that equal to π - 3π/3 ആണ്. that equal to -2π/3 ആണ്. ഇതാണ് ആർഗ്യുമെന്റ് വാല്യൂ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ ചെയ്യാനുള്ളത്. അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് അതിന്റെ ഫോർമുല ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന കാര്യം ഞാൻ നമുക്ക് കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി പോവാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, Z = -√3 + I ആണ്. -√3 + I ആണ്. സോ മോഡുലസ് കണ്ടുപിടിക്കണം, ആർഗ്യുമെന്റ് കണ്ടുപിടിക്കണം. സോ ആദ്യം ടേക്കിംഗ് മോഡുലസ് ഓൺ ബോത്ത് സൈഡ് -√3 + I എന്ന് എടുത്തു. സോ മോഡ് Z എന്ന് R ആണ്. സ്ക്വയർ റൂട്ട് ഓഫ് -√3 ഹോൾ സ്ക്വയർ + 1 സ്ക്വയർ ആണ്. സോ സ്ക്വയർ റൂട്ട് ഓഫ് 3 + 1 ആണ്.
സ്ക്വയർ റൂട്ട് ഓഫ് 4 ആണ്. സാർ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 2 ആണ്. സാർ ഈക്വൽ ടു നെഗറ്റീവ് എടുക്കാറില്ല, പോസിറ്റീവ് മാത്രമേ എടുക്കാറുള്ളൂ എന്ന കാര്യം ഇവിടെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. Then alpha equal to tan inverse of mod b by a ആണ്. mod b by a ആണ്. So tan inverse of ഇത് a ഇത് b ആണ്. അപ്പോൾ എങ്ങനെ എഴുതാം? മോഡുലസ് ഓഫ് b എന്ന് പറയുമ്പോൾ അതിന്റെ കോഎഫിഷ്യന്റ് 1 ആണ്. c എന്ന് പറയുമ്പോൾ മൈനസ് √3 ആണ്. ഇത് കൃത്യം മനസ്സിലാക്കണം, മാറിപ്പോയത്. സോ tan ഇൻവേഴ്സ് ഓഫ് 1/√3 മോഡുലസ് എടുത്തുകൊണ്ട് പിന്നെ മോഡുലസ് എഴുതണ്ട. സോ മോഡുലസ് എന്ന് പറയുമ്പോൾ നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കി മാറ്റാം. അതാണ് മോഡുലസിന്റെ അർത്ഥം എന്ന് പറയുന്നത്. സോ മാറ്റി. സോ ഇതിന്റെ ട്രിഗണോമെട്രി ടേബിൾ നോക്കാം. 1/√3 എന്ന് പറയുമ്പോൾ ഏത് വാല്യൂ? 30 ഡിഗ്രി ആണ്. സോ π/6 ആണ്. സോ ആൽഫ കിട്ടി. ഇനി വേണ്ടത് ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ സെറ്റ് ഈക്വൽ ടു -√3 പ്ലസ് i ആണ്. ഇതിന് ഓർഡേർഡ് പെയർ ആയിട്ട് എടുക്കുമ്പോൾ -√3 1 കിട്ടും. -√3 1 ആണ്. അപ്പോൾ ടേബിളിൽ ഗ്രാഫിക്കൽ പിക്ചറിൽ ഇതിന്റെ പൊസിഷൻ എവിടെയാണെന്ന് മനസ്സിലാക്കണം. സോ 1 1 -1 ആണ് ഇതിന്റെ പൊസിഷൻ നോക്കാം. സോ -√3 എന്ന് പറയുന്നത് -1 പോയിന്റ് സംതിങ് ആണ്. -1 പോയിന്റ് സംതിങ് ആണ് വരുന്നത്. അപ്പം എക്സ് കോർഡിനേറ്റ് ഇവിടെയാണ്, -1 പോയിന്റ് വരുന്നുണ്ട്. വൈ കോർഡിനേറ്റ് പോസിറ്റീവ് ആണ്. അപ്പൊ ഇവിടെ വരും. അതിന് കറക്റ്റ് സ്ഥാനമല്ല, നമുക്ക് എവിടെയാണ് ഉള്ളത് മനസ്സിലാക്കണം. അപ്പൊ ഫോർമുല ഇവിടെ തീറ്റ എന്ന് പറയുന്നത് പൈ മൈനസ് ആൽഫയാണ്. അപ്പോൾ തീറ്റ ഈക്വൽ ടു പൈ മൈനസ് ആൽഫ. സോ ദാറ്റ് ഈക്വൽ ടു പൈ മൈനസ് π/6 ആണ്. 6π മൈനസ് π/6 ആണ്. സോ 5π/6 വരും. ദിസ് ഈസ് കോൾഡ് ആർഗ്യുമെന്റ് വാല്യൂ എന്ന് പറയും. ആർഗ്യുമെന്റ് വാല്യൂ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇതേപോലെ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചെയ്യുന്നില്ല, നിങ്ങൾ തന്നെ ട്രൈ ഔട്ട് ചെയ്യാം. സോ 1 മൈനസ് തേർഡ് വൺ എന്ന് പറയുന്നത് 1 മൈനസ് i. ഇത് നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്, ചെയ്യാൻ പറ്റും. തേർഡ് വൺ നിങ്ങൾ അങ്ങനെ ചെയ്യാം. ഫോർത്ത് വൺ എന്ന് പറയുന്നത് സെറ്റ് ഈക്വൽ ടു -1 പ്ലസ് i. ഫോർത്ത് വൺ സെറ്റ് ഈക്വൽ ടു -1 പ്ലസ് i. ഇതിനെ പോളാർ ഫോമിലോട്ട് എഴുതണം. അപ്പൊ എന്താണ് പോളാർ ഫോം? പോളാർ ഫോം എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് പോളാർ ഫോം. സെറ്റ് ഈക്വൽ ടു r ഇൻറ്റു കോസ് തീറ്റ പ്ലസ് i sin theta. ഇതാണ് പോളാർ ഫോം. ഹിയർ r is radius, r ഫൈൻഡ് ഔട്ട് ചെയ്യണം. തീറ്റ എന്ന് പറയുന്നത് ആർഗ്യുമെന്റ് വാല്യൂ. എന്നിട്ട് ലാസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അത് മാത്രമേ ഇവിടെ ചെയ്യാനുള്ളൂ. അപ്പോൾ ചെയ്യേണ്ട പ്ലസ് നേരത്തെ ആസ് യൂഷ്വൽ ചെയ്ത പോലെ തന്നെ ചെയ്യാം. മോഡ് സെറ്റ് ഈക്വൽ ടു ടേക്കിംഗ് മോഡ്സ് ഓൺ ബോത്ത് സൈഡ്. മോഡ് -1 പ്ലസ് i ആണ്. സോ ദാറ്റ് ഈക്വൽ ടു മോഡ് സെറ്റ് എന്ന് പറയുന്നത് r ആണ്. സ്ക്വയർ റൂട്ട് ഓഫ് -1 ഹോൾ സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ആണ്. ദാറ്റ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് 1 ആണ്. സ്ക്വയർ റൂട്ട് ഓഫ് 2. വേറെ ഒന്നും ചെയ്യാനുള്ള, ഇത് മാത്രം എടുത്താൽ മതി. ഓക്കെ. ഇനി വേണ്ടത് ആൽഫന്റെ വാല്യൂ. ആൽഫ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് മോഡ് b ബൈ a എന്ന് കിട്ടും. ദാറ്റ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് b ബൈ a. ഇത് a യും ഇത് b ആണ്. സോ p എന്ന് പറയുന്നത് 1 ഉം a എന്ന് പറയുന്നത് -1 ആണ്. അപ്പൊ മോഡുലസ് എടുക്കുമ്പോൾ നെഗറ്റീവ് പോസിറ്റീവ് മാറും, 1 ആയി മാറും. അപ്പൊ ടാന്റെ ടേബിൾ ഉപയോഗിക്കുന്ന സമയത്ത് 1 എന്ന് പറയുന്നത് π/4 ആണ്. സോ ആൽഫ ഈക്വൽ ടു π/4. ഇനി വേണ്ടത് സെറ്റ് ഈക്വൽ ടു -1 പ്ലസ് i ആണ്. ഇതിന്റെ പൊസിഷൻ എവിടെയാന്ന് നോക്കാം. ഏത് ക്വാഡ്രന്റിലാണ് ഇതിന്റെ സ്ഥാനം, അത് മാത്രം കണ്ടുപിടിച്ചാൽ മതി. കറക്റ്റ് വേണമെന്നില്ല. അപ്പം ഇതിനെ ഓർഡർഡ് പെയർ ചെയ്യുമ്പോൾ -1 1 ആണ്. എക്സ് കോർഡിനേറ്റ് -1 ആണ്. വൈ കോർഡിനേറ്റ് അപ്പോൾ ലൈസ് ഇൻ സെക്കൻഡ് ക്വാഡ്രന്റിൽ തീറ്റ എന്ന് പറയുന്നത് പൈ മൈനസ് ആൽഫയാണ്. സോ പൈ മൈനസ് π/4 എന്ന് കിട്ടും. ദാറ്റ് ഈക്വൽ ടു 4π മൈനസ് π/4 എന്ന് കിട്ടും. ദാറ്റ് ഈക്വൽ ടു 3π/4 എന്ന് കിട്ടും. അപ്പൊ ഇതിനെ കിട്ടിക്കഴിഞ്ഞ് തീറ്റ കിട്ടി, റേഡിയസ് കിട്ടി. അപ്പം സെഡ് ഈക്വൽ ടു r ഇൻറ്റു കോസ് തീറ്റ പ്ലസ് i സൈൻ തീറ്റ. ദാറ്റ് ഈക്വൽ ആറിന്റെ വാല്യൂ √2. ഇനി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. കോസ് ഓഫ് 3π/4
പ്ലസ് ഐ സൈൻ 3π/4 ഇത്ര മാത്രമേ കൊടുക്കണ്ടൂ. ഇതാണ് പോളർ ഫോം. നമ്മൾ യൂഷ്വലി ചെയ്ത പോലെ തീറ്റ നമ്മൾ ചെയ്യുന്നുണ്ട്. ആർഗ്യുമെന്റ് വാല്യൂ എന്ന് പറയുമ്പോൾ തീറ്റ മാത്രം ചെയ്താൽ മതി, സ്റ്റോപ്പ് ചെയ്യാം. പോളർ ഫോം എന്ന് പറയുകയാണെങ്കിൽ അടുത്ത ഒരു സ്റ്റേജ് എടുത്ത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. സെറ്റിക്കട്ട് r ഇൻറ്റു cos θ പ്ലസ് ഐ സൈൻ θ. ആറിന്റെ വാല്യൂ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്, തീറ്റന്റെ വാല്യൂ കിട്ടിയിട്ടുണ്ട്. അത് സമ്മപ്പ് ചെയ്യും. ഇതാണ് നമ്മളിവിടെ ചോദ്യം കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം. ഇപ്പോൾ ഫോർത്ത് വൺ നമുക്ക് അങ്ങനെ ചെയ്യാം. സോ ഫിഫ്ത്ത് വൺ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഫിഫ്ത്ത് വൺ എന്ന് പറയുമ്പോൾ സെറ്റ് ഈക്വൽ ടു -1 - i ആണ്. ഇതേ പ്രോസസ് തന്നെയാണ്, വേറെ വലിയ മാറ്റമൊന്നും വരുന്നില്ല. സിക്സ്ത് വൺ എന്ന് പറയുന്നത് സെറ്റ് ഈക്വൽ ടു √3 + i. ഈ മോഡൽ ഒന്ന് ചെയ്തിട്ടുണ്ട്, തീറ്റ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതേ മോഡൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഫൈനൽ ആൻസറിലോട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും എന്ന് ഞാൻ കൂടി ഓർമ്മപ്പെടുത്തുന്നു. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഓൾറെഡി നിങ്ങൾ പഠിച്ച കാര്യമാണ്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. So arrive formula x equal to -b plus or minus square root of b square minus 4ac/2. അപ്പോൾ ഇതാണ് ഫോർമുല. അവിടെ ഡിസ്ക്രിമിനേഷൻ ഡി എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ട്. ഡിസ്ക്രിമിനേഷൻ d equal to b square minus 4ac. ഇവിടെ എന്തായിരിക്കും? ലെസ് ദാൻ 0 ആയിരിക്കും. അപ്പോൾ ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ b square minus 4ac ആണ്. ഹിയർ ഓൾവേസ് ലെസ് ദാൻ 0 ആയിരിക്കണം. അപ്പോൾ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? സോൾവ് എന്നേ പറയുള്ളൂ, വേറെ ഒന്നും പറയാറില്ല. എക്സസൈസ് 5.3 ആണ്. 5.3 ക്വസ്റ്റ്യൻ സോൾവ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ x² + 3 = 0. ഇതാണ് ക്വസ്റ്റ്യൻ. x² + 3 = 0. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ആണ്. എ ബി സി എന്തൊക്കെ കണ്ടുപിടിക്കണം. എ എന്ന് പറയുന്നത് x² കോഎഫിഷ്യന്റ് ആണ് 1. ബി എന്ന് പറയുന്നത് എക്സിന്റെ കോഎഫിഷ്യന്റ്, എക്സ് ഇല്ലല്ലോ, അപ്പോൾ 0. സി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ടേം ആണ്. അപ്പോൾ x = നമ്മൾ ഫോർമുല -b + or minus square root of b square minus 4ac/2 എന്ന് വരും. അപ്പോൾ x = -0 + or minus സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 0² minus 4 × 1 × 3 divided by 2 × 1 എന്ന് വരും. അപ്പോൾ x = 0 തന്നെ എഴുതണമെന്നില്ല, + or minus square root of -12/2 എന്ന് വരും. അപ്പോൾ x = + or minus -12 എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? 12 × -1/2. അപ്പോൾ അവിടെ ഒരു സംശയം വരുന്നത് 12 × -1 എന്ന് എഴുതണോ, -12 × 1 എഴുതിക്കൂടെ? അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഇവിടെ ഒരു i എന്ന് പറയുന്ന ഒരു ടേം കൺവേർഷൻ നടത്തണം. അപ്പോൾ എങ്ങനെ എഴുതിയാലേ കൺവേർഷൻ നടത്താൻ പറ്റൂ? അപ്പോൾ അടുത്ത് എഴുതുന്നത് x = + or minus ഇതിനെ സ്പ്ലിറ്റ് ചെയ്യും -1 2. അപ്പോൾ x = + or minus square root of 12. സ്ക്വയർ റൂട്ട് ഓഫ് -1 എന്ന് പറയുന്നത് i ആണ്, ഡിവൈഡ് ബൈ 2. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ എന്തായി പറയുന്ന സൊല്യൂഷൻ കോംപ്ലക്സ് നമ്പറിലോട്ട് മാറിക്കഴിഞ്ഞു. ഇങ്ങനെ മാറണം എന്തായാലും. ഇവിടെയാണ് അതിന്റെ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സെക്കൻഡ് വൺ 2x² + x + 1 = 0. Here also we can compare the given equation with the standard equation. So a = x² coefficient 2 ആണ്, b = x coefficient 1 ആണ്, c = constant. So our formula is -b + or minus square root of b square minus 4ac/2a ആണ്. അപ്പോൾ x = -1 + or minus ആദ്യ സബ്സ്റ്റിറ്റ്യൂഷൻ ഞാൻ ചെയ്തുള്ളൂ. 4 × 2 × 1 divided by 2 × 2 എന്ന് വരും. So -1 + or minus square root of 1 - 8 divided by 4 ആണ്. So -1 + or minus square root of -7/4 ആണ്. So -1 + or minus square root of 7 × -1/4. ഇതാണ് ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അത് അങ്ങനെ തന്നെ എടുക്കണം, എന്നാലേ അത് നമുക്ക് മാറാൻ പറ്റും. x = -1 + or minus square root of 7 × square root of -1 divided by 4. So -1 + or minus square root of 7 × square root of -1 എന്ന് പറയുന്നത് നമുക്ക് i എന്ന് എടുക്കാം, divided by 4. അപ്പോൾ ലാസ്റ്റ് നമുക്ക് i എന്ന ഇമാജിനറി പാർട്ടിലോട്ട് നമുക്ക് ഇതിനെ കൺവേർഷൻ ചെയ്യാൻ പറ്റും. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള പ്രോബ്ലം ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം ചെയ്യേണ്ടത് പ്രോബ്ലത്തിന്റെ ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ -7 × -1 ആക്കാം.
ഇതിൻ്റെ സ്ക്വയർ റൂട്ടിനെ സ്പ്ലിറ്റ് ചെയ്യുക, അത് ഐ ആയിട്ട് മാറണം. അപ്പോൾ ഇല്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് അര മാർക്ക് റെഡ്യൂസ് ചെയ്ത് പോകും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഇതേപോലെ ബാക്കി പ്രോബ്ലം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്റർ നമുക്ക് പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇത് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് ഫൈനൽ. ഓക്കെ.